അങ്ങനെ ഞാനും ഇത് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങാണ്. ഇന്ന് അത്യാവശ്യം നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആ വെയിൽ കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടുമല്ലോ വിചാരിച്ച്. ഇത് പിന്നെ ഞാൻ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു സ്കിൻ കെയറാണ്. സ്കിൻ കെയർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റമാണ് ഈ വാസ്ലിൻ്റെ ലിപ് ബാം. ചെറിയൊരു ടിൻറ്റഡ് വരും, അല്ലാണ്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോഴും ക്ലാസ് പോകുമ്പോഴൊക്കെ ഞാൻ കൊണ്ടുവന്നത് ഈ ഒരു ടോട്ട് ബാഗാണ്. ഇതിലാണെങ്കിൽ നമ്മൾ എല്ലാ ആക്രി സാധനങ്ങളും കൊള്ളും. അതുകൊണ്ട് തന്നെ വേറെ ബാഗിൻ്റെതോ കവറിൻ്റെ ഒന്നും വലിയ ആവശ്യം വരില്ല. എല്ലാം ഇതിൽ തന്നെ ഉൾക്കൊള്ളിക്കാം. പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ മേക്കപ്പ് ഓർഗനൈസറിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാനിപ്പോൾ യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്കും ഞാൻ സ്ക്രീനിൽ എന്തായാലും മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പത്തേനും നമ്മൾ SM എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടോപ്പ് മാളിലാണ് പോയത്. അവിടെ ഞാൻ വിചാരിച്ച സാധനം എനിക്ക് കിട്ടിയിട്ടില്ലേനു. പിന്നെ ഞാൻ നേരെ കിൻസോല പോയത് നൈറ്റ് ഡ്രസ്സ് എടുക്കാൻ. അപ്പം അതൊക്കെ മേടിച്ചിട്ട് ഞാൻ അടുത്ത ഷോപ്പിലേക്കാണ് പിന്നെ പോയിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് എന്തൊക്കെ വാങ്ങിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ മെയിനായിട്ട് ജ്വല്ലറി സെക്ഷനിലേക്കാണ് പോയത്. എനിക്കൊരു ചെയിനും അതേപോലെ ഈ സ്റ്റെൻസിലും ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ഏതെടുത്താലും 30 രൂപ പറഞ്ഞിട്ടുള്ള ഷോപ്പ്. അവിടെ ഇപ്പോൾ കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ നോക്കാനുള്ള ക്ഷമയോ അവസ്ഥയോ ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും ഞാൻ ഡല്ലായിട്ടുണ്ടായിരുന്നു. കിടക്കുന്നുണ്ടായിരുന്നു വെയിലും കൊണ്ടിട്ട്. പിന്നെ ഒരു പാത്രം കൂടി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് പുരയിലെത്തിയപ്പോൾ തന്നെ എൻ്റെ ഏകദേശം ജീവൻ പോയിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ ഞാൻ വാങ്ങിച്ച കാര്യങ്ങൾ കുറച്ച് കാണിച്ചു തരാം. പക്ഷെ ഞാൻ മെയിനായിട്ട് ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. ഡ്രസ്സൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് പിന്നെ എപ്പോഴും അങ്ങനെ ആണല്ലോ, നമ്മൾ വേണ്ട സാധനം വാങ്ങാണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പെറുക്കി വരാനാണല്ലോ. ഞാൻ ഏറ്റവും ബെസ്റ്റ് അതിന് തന്നെയാണ്. വാങ്ങേണ്ട സാധനം മറന്നാലും അവിടെ ഉള്ള സാധനം വാങ്ങിയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. പിന്നെ മെയിനായിട്ട് എനിക്കിഷ്ടം ഇങ്ങനത്തെ ആൻറ്റി ടാനിഷ് ജ്വല്ലറീസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ കുറേ കളക്ഷൻ SM സ്ട്രീറ്റിലുണ്ട്. കുറേ ഷോപ്പുണ്ട് കോൺകോൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടുന്ന് നല്ലൊരു അടിപൊളി ചെയിൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ജ്വല്ലറി ഒരിക്കലും കളറൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്ലഷാണ് സ്വിസ് ബ്യൂട്ടിൻ്റെ ഈ ഒരു ബ്ലഷ്. അത് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ആ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വ്ലോഗിൽ കാണാം.